മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിലും അധികം ആരും ഡിസ്കസ് ചെയ്യാറില്ല. ഈ ടോപ്പിക്കിനെ പറ്റി ഇപ്പോഴും ഒരു സ്റ്റിഗ്മ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാവാം. എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ തൊട്ടു പുറകെയാണ് എനിക്ക് ഒരുപാട് ട്രോമാസ് വെളിയിൽ വരാൻ തുടങ്ങിയത്. ഒടുവിൽ അതൊന്നും തനിയെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് തെറപ്പി. പക്ഷെ എടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഒരു പനിയോ ജലദോഷമോ അല്ലെങ്കിൽ മറ്റൊരു അസുഖം വരുമ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കാണുന്നത് പോലെ അറ്റ് ദ വെരി ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് നോട്ട് ഫീലിംഗ് ഗുഡ് നമ്മളൊരു തെറാപ്പിസ്റ്റിനെ കാണേണ്ടതായിരുന്നു. ഒരു ഫങ്ഷണൽ ഡിപ്രഷന്റെ വക്കോളം എത്തിയ എന്നെ തിരിച്ചു പതുക്കെ ബെറ്ററാക്കി കൊണ്ടുവന്നത് എൻ്റെ തെറാപ്പിസ്റ്റാണ്. പാരലലി എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, മോം വോൺസ് ഇതൊക്കെ ഹീൽ ചെയ്യാനും അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഇത്രയും തുറന്നു പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്റ്റിഗ്മ കാരണം ഒരു തെറാപ്പിസ്റ്റിനെ കാണാതെ വിമുഖത കാണിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. സത്യത്തിൽ ഇങ്ങനൊരു ടോപ്പിക്കിനെ പറ്റി ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ആശങ്കയുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള കമൻസ് ആയിരിക്കും ഇങ്ങനൊരു ടോപ്പിക്കിന് വരിക എന്നുള്ളത് ഓർത്തിട്ട്. കാരണം ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വട്ടാണ്, അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെയൊക്കെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പറയുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ നോർമലൈസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഐ ടെൽ യു. കാരണം ഇഫ് യു ആർ നോട്ട് മെന്റലി ഗുഡ്, സഫർ ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, അമ്മ ഹൗ മച്ച് ഡു യു ലവ് us? ആൻഡ് ഐ ടെൽ ദം ഐ ലവ് യു ബോത്ത് ഇനഫ് ടു ഹീൽ മൈസെൽഫ്. സോ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഹീൽ ചെയ്യാം, അല്ലേ?